ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചോറിന് കൂടെ കഴിക്കാൻ പറ്റിയുള്ള നല്ല സൂപ്പർ ടേസ്റ്റിലൊരു വെണ്ടക്ക കറിയുടെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതവിടെ 150 ഗ്രാം വെണ്ടക്ക നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നീളം കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം, അതല്ല നീളം കൂട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള പൊടികളൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒട്ടും നനവില്ലാത്ത ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മുളക് പൊടി എരിവ് കുറഞ്ഞതാണ്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ പൊടികളൊന്ന് വറുത്തെടുക്കണം. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതാ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്ക് പൊടികളൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പൊടികൾ ഇവിടെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ആ ഒരു പാത്രത്തിൽ നിന്ന് പൊടികൾ മാറ്റി കൊടുത്തതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ ഞാനിതാ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം പാത്രം വീണ്ടും കഴുകി എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ, ആ ഒരു പൊടി മാറ്റി കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതാ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ വെണ്ടക്ക ഒന്ന് വഴറ്റി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വെണ്ടക്ക ഞാൻ ഇതിവിടെ 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് നേരത്തെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള പൊടിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നേരിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊടി നേരത്തെ വറുത്തെടുത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ. അതുകൊണ്ടാണ് വെള്ളത്തിൽ ചേർത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് എത്രത്തോളം വെള്ളം വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ചെറിയ സവാളയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടി ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ വെണ്ടക്ക വെന്ത് കിട്ടാൻ എത്രത്തോളം വെള്ളം വേണമെന്ന്. അപ്പോൾ വെണ്ടക്ക ഒരുപാട് വേവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് വെണ്ടക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഞാൻ ഇതവിടെ ഒരു തേങ്ങയുടെ പകുതി ചിരകിയെടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ കേട്ടോ, ചെറിയൊരു മുറി തേങ്ങയാണ് ചിരകിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കൂടി പോകണ്ട. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്നൊന്നും തേങ്ങ അരഞ്ഞ് കിട്ടൂല. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് തേങ്ങ ഇവിടെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്ക് നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടേനെ. അങ്ങനെ ഇത് വെണ്ടയ്ക്ക നല്ല പാകത്തിന് തന്നെ വെന്ത് വെള്ളമൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു അരപ്പില്ലേ അത് നമുക്കിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങ അരച്ച ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 4 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ.
അങ്ങനെ ഇതാ നമ്മുടെ കറി ഇത് ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ട് 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവാപ്പൊടിയാണ്. അതുപോലെ തന്നെ ഉലുവാപ്പൊടിയുടെ അളവ് കൂടി പോകണ്ട കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതിവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു ഇത്തിരി കടുക് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് താളിച്ചിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ആ ഒരു ചൂടോടെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി എനിക്ക് ചൂടോടെ കഴിക്കാൻ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് കൂടിയാണ് ഉണ്ടാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10-10:30 മണിക്കെല്ലാം ഇത് ഉണ്ടാക്കി വെക്കും. അങ്ങനെ ആകുമ്പോൾ ഉച്ച ആകുമ്പോഴേക്കും നന്നായിട്ട് കറി ആറിയിട്ടുണ്ടാകും. അങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ വെണ്ടക്ക ഇങ്ങനെ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.